ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ഗോപാലമ്മ, മോളെന്താ ഈ നേരത്ത്? എനിക്ക് വ്രതം തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ആർക്ക് വേണ്ടിയിട്ടാ ഗോപാലമാമ ഞാനിതൊക്കെ ചെയ്യുന്നത്? മരണത്തെ കൂടെ ഞാൻ പേടിക്കാതെ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നത് ഗാഥയ്ക്ക് നവീന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ടും ആ ചിന്ത ഗാഥയ്ക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? ആ പെണ്ണ് ഫോൺ വിളിച്ച് മോളോട് എന്തെങ്കിലും പറഞ്ഞോ? ഫോൺ വിളിച്ചതല്ല, നേരിട്ട് വന്നു. എന്തിനാന്നറിയോ? എന്നെ കൊല്ലാൻ. കൊല്ലാനോ? അതെ, സർപ്പശാപുള്ള കുടുംബത്തിനകത്ത് കിടന്ന് പാമ്പ് കടിയേറ്റ് ഞാൻ മരിച്ച ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ. ഒരു പാമ്പാട്ടിയും കൂട്ടി അവളിങ്ങോട്ട് വന്നേ. മോളെന്തൊക്കെ ഈ പറയുന്നേ? അതെ ഗോപാലമാമ, ദേ കുറച്ചു മുന്നേ അവളിവിടുന്ന് പോയതേ ഉള്ളൂ. പാമ്പാട്ടിയോട് അവള് തർക്കിക്കുന്നത് കേട്ടിട്ടാ ഞാൻ നോക്കിയത്. കൊല്ലാൻ തീരുമാനിച്ചിട്ട് തന്നെയാ വന്നേ. എന്തോ ഭാഗ്യത്തിന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. മോളെ, ഇത് സിത്താര മാഡത്തിനോട് പറഞ്ഞാലോ? അവരോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? സ്വന്തം മോള് ചെയ്യുന്നത് എന്തായാലും ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തിയായിട്ടല്ലേ അവര് കാണുന്നത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിയാലൊന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷെ അങ്ങനെ ഇറങ്ങിയാല് നല്ലവരായ ഈ കുടുംബത്തിനാണല്ലോ പ്രശ്നം. അത് ഓർത്തിട്ടാ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന. നവീനും ഈ കുടുംബത്തിനും സർപ്പശാപം ഒഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ ചാവുന്നതിന് മുൻപ് ഒരു നല്ല പ്രവൃത്തി ചെയ്യാലോ എന്ന് വിചാരിച്ചതാ. അപ്പോഴാ കരുതിക്കൂട്ടി എന്നെ കൊല്ലാൻ വേണ്ടി അവരിറങ്ങിയിരിക്കുന്ന. മോളെ, ഇത് കേട്ടിട്ട് ഗോപാലമാമൻ എന്താ പറയാ? മനുഷ്യർ ഇത്രയും ക്രൂരന്മാരാകുവോ? മോളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവക്ക് എന്താ കാര്യം? ഭാഗ്യല്ലേ ഗോപാലമാമ, ഞാൻ നവീന്റെ അടുത്ത് നിന്നു. നവീൻ എന്റെ ദേഹത്ത് തൊട്ടു. കുറ്റങ്ങൾ ഒരുപാടല്ലേ എനിക്ക്. കാശുള്ളവർക്കൊക്കെ അത് വലിയ കുറ്റാണ്. ഒരു കാര്യം ഞാൻ ഗോപാലമ്മയോട് പറയാം. ഇതും കൂടി ഞാൻ അവളോട് ക്ഷമിക്കും. ഇനി ഗാഥയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ കൂടി ഞാനിത് പൂർത്തിയാക്കാൻ നിൽക്കില്ല. ഞാൻ ഇറങ്ങിപ്പോവും. മോളെ, സിത്താര മാഡത്തിന്റെ മോള് ഏതെങ്കിലും തറവാട്ടി പോയി സുഖിച്ചു കഴിയണമെന്ന് ഗോപാലമാമൻ കരുതിയിട്ടില്ല. ഗോപാലമാമന് നിന്റെ അമ്മയാ പ്രശ്നം. നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ നീ ഇറങ്ങിയേക്ക് മോളെ. പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സിത്താര മാഡത്തിന്റെ അവളുടെയൊക്കെ ഭീഷണിയല്ലേ? അങ്ങനെ വന്നാല് ഈ നാട്ടില് പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേണമെങ്കില് ഗോപാലമ്മയോട് എനിക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റും. അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ അതിന്റെ അപ്പുറം അമ്മ ജീവനോടെ ഉണ്ടാവോ? എനിക്ക് മടുത്തു ഗോപാലമാമ. ഏത് നേരത്താണാവോ ഇങ്ങനൊരു വേഷം കെട്ടാൻ എനിക്ക് തോന്നി. ഗോപാലമാമ ഫോൺ വെച്ചോ. ഇന്ന് രാത്രി തന്നെ. ഇനി ഏതേലും വഴിക്ക് അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നറിയില്ല. ചത്തിട്ടില്ലെങ്കിൽ ഞാൻ നാളെ വിളിക്കാം.